മോദിയെ കൊല്ലണം. ചുമ്മാതെ കൊന്നാ പോരാ, അടിച്ചു കൊല്ലണം. ലോകം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള, തലവനായിട്ടുള്ള ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയെ കൊല്ലാൻ ഒരു തെറുത്താത്തയ്ക്ക് മോഹം. ഒരു താത്തയുടെ മോഹമാണ് ഞാൻ ഈ പറഞ്ഞത്. മോദിയെ കൊല്ലണം. ഈ താത്ത എന്ന് പറയുന്നതിനെക്കാട്ടിൽ ഉചിതമായിട്ടുള്ളൊരു വേടെന്ന് പറഞ്ഞാല് വെർബൽ റേപ്പിസ്റ്റ്. വെർബൽ റേപ്പിസ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഷെഫീന ബീബി. ഈ സ്ത്രീയുടെ വീഡിയോ ചെയ്യരുതെന്ന് വിചാരിച്ച കാരണം ഞാനും അവരും കണ്ടന്റ് വീഡിയോസ്, റിയാക്ഷൻസ് വീഡിയോസ് ചെയ്യുന്നതാണ്. പക്ഷെ ഇത്രയും തരം താഴ്ന്ന രീതിയിൽ, കാരണം 1 മിനിറ്റ് നേരം അവൾ സംസാരിച്ചാൽ ആ 58 സെക്കൻഡും തെറിയായിരിക്കും. 58 സെക്കൻഡ് അറിയാതെങ്ങാണം നമ്മൾ എവിടെങ്കിലും വെച്ച് ഏതെങ്കിലും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ചെങ്ങാണം ഓൺ ചെയ്താൽ പിന്നെ തീർന്നു. ഇവളുടെ വീഡിയോ കാണുമ്പോൾ കുട്ടികളങ്ങനെ അടുത്തിരിപ്പണമെങ്കിൽ പേടിയാ, സ്ക്രോൾ ചെയ്ത് അപ്പൊ തന്നെ വിടും. ഇവളെ പേടിച്ചിട്ടല്ല കേട്ടോ, കാരണം കുട്ടികൾ ഇത് കേട്ടാൽ എന്ത് വരും എന്നുള്ളത് കൊണ്ടാണ്. ഇവക്കൊരു വിചാരമുണ്ട്, അരയ്ക്ക് താഴോട്ട് എന്തൊക്കെയോ പ്രശ്നമായിട്ടിരിക്കുക. ഇവള് ഈ കാണുന്നവരെല്ലാം തെറിവർത്താനങ്ങൾ പറഞ്ഞ് ഒരു മാന്യമായിട്ടുള്ള, സഭ്യമായിട്ടുള്ള ഒരു പ്രതികരണമല്ല ഈ ഷെഫീന ബീബിയുടെ നടത്തുന്നത്. ഷെഫീന ബീബി നടത്തുന്നത് തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടാൽ അറയ്ക്കും. ഒരു പ്രധാനമന്ത്രിയെ തല്ലിക്കൊല്ലണമെന്നും അദ്ദേഹത്തിനെ പച്ചയ്ക്ക് പുഴുത്ത തെറി വിളിക്കുന്ന ഇവൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ വെച്ചേക്കും തോന്നുന്നുണ്ടോ? ഇവളുടെ പേരിൽ കേസെടുക്കാൻ മുതിരുന്ന പോലീസ് അപ്പോഴത്തേന് ഇവള് അംഗവൈകല്യം ഉള്ള സ്ത്രീയാണെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് നൂരിപ്പോരും. പിന്നെ നമ്മുടെ ജനാധിപത്യ രാഷ്ട്രത്തിൽ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പക്ഷെ ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ആഭാസമാക്കരുതെന്ന്. കുറച്ചു നാള് രേണു സുധി എന്ന് പറയുന്ന സുധിയുടെ പുറകിനെ നടന്ന് രക്തമൂറ്റി കുടിക്കുന്ന ഒരു മൂട്ടയായിരുന്നു. അങ്ങനെ പലരുടെ, പിന്നെ ഒരു ഫേമസ് ആക്ടേഴ്സ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ മകൾ, ഞാൻ പേരൊന്നും പരാമർശിക്കുന്നില്ല, അവളുടെ മോഡലിംഗ് ഫോട്ടോസിന് വളരെ മോശമായ രീതിയിൽ, കാരണം തെറുത്താത്തയ്ക്ക് സ്വന്തമായിട്ടുള്ള അനുഭവം, അല്ലെങ്കിൽ അവര് അങ്ങനെയാണ് അതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണെന്നുള്ളൊരു വിചാരത്തിലുള്ള കുറച്ച് പരാമർശങ്ങൾ, ഇതിലൊന്നും ഞാൻ പ്രതികരിക്കാൻ പോയില്ല. കാരണം ഇവളുടെ പേര് പറയുന്നത് എനിക്ക് നാണക്കേടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പ്രതികരിക്കാൻ പോയില്ല. അതുപോലെ തന്നെ അടച്ചാക്ഷേപിക്കുക, പുരുഷ സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുക. ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മള് ഒരു പെണ്ണൊരു ഇറുകിയ ഡ്രസ്സ് ഇട്ടോണ്ടോ അല്ലെ അവളുടെ കംഫർട്ടിനനുസരിച്ചൊരു വസ്ത്രം ധരിച്ച് പൊതു ബസ്സിൽ കയറിയാൽ ഉറപ്പായും ആ ബസ്സിലുള്ള പുരുഷന്മാർ അവളെ മിസ്യൂസ് ചെയ്യും. ഞാനിത് എന്റെ സഭ്യമായ ഭാഷയിൽ പറയുന്നത്, ഇങ്ങനൊന്നും അല്ല പുള്ളിക്കാരി പറയുന്നത്. ഭയങ്കരമായ ലെവൽ വർത്താനങ്ങളാണ് പറയുന്നത്. അങ്ങനെ വെർബൽ റേപ്പിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ നമ്മൾ കണ്ടു. CJP കലാപത്തില് എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി, സഭ്യമായ രീതിയിലും ഈ പറയുന്ന പോലെ ജാൻമണിയെ പോലെയും ഒക്കെ. എന്നാൽ ജാൻമണി സംസാരിച്ചതിനേക്കാൾ എനിക്ക് ആ റെക്കോർഡൊന്നും എൻ്റെ ഈ വീഡിയോയുടെ കൂടെ എനിക്ക് ചേർക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് കിട്ടും. അത് മാത്രമല്ല, അത് പിന്നെ കീ തെറി ഞാനത് മ്യൂട്ട് ആക്കണം. പിന്നെ അതേ എനിക്ക് ടൈം കാണുള്ളൂ, അതുകൊണ്ട് ഇടാത്ത. പലരും ഇതിനോടൊക്കെ കണ്ടു കാണും. ആരും എന്തേ ഇവൾക്കെതിരെ കേസെടുക്കാൻ മുതിരാത്തത്? അല്ലെ ആരും എന്താണ് ഇവൾക്കെതിരെ പരാതികൾ കൊടുക്കാത്തത്? പരാതികൾ കൊടുക്കുന്നുണ്ടാവാം, കാരണം അരയ്ക്ക് താപ്പോട്ട് തളർന്നതാണല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇറങ്ങിപ്പോരും. ആ പുള്ളിക്കാരി തന്നെ ഈയുടെ ഒരു വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട്, ഞാൻ വികലാംഗിയൊന്നുമല്ല, അങ്ങനൊന്നും ആരും ചിന്തിക്കേണ്ട, ഞാൻ വികലാംഗിയൊന്നും അല്ല എന്ന്. അവൾ വികലാംഗയല്ല, പക്ഷേ അവക്ക് വേറെ എന്തൊക്കെയോ ഇതിന്റെ കുറവുണ്ട് ആ സ്ത്രീക്ക്. അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഒരു കേരളം കണ്ട അല്ലെ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രിയായിട്ടുള്ള, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന, അത് ജാതി മത രാഷ്ട്ര നിറവർഗ വ്യത്യാസമില്ലാതെ പലരും ഇപ്പം RSS പാർട്ടിയുടെ
ഒരു നേതാവാണ് ശ്രീ നരേന്ദ്രമോദി. എങ്കിൽ കൂടിയും എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരുപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസ് പാർട്ടിയിലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആദരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എനിക്കറിയാം. അത്ര നല്ല വ്യക്തിത്വത്തിനുടമ, അത്ര നല്ലൊരു മനുഷ്യ സ്നേഹിയായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയെ കിട്ടിയത് തന്നെ അഭിമാനമാണ്. ആ മനുഷ്യന്റെ അടുത്ത് ആരെങ്കിലും ചെന്നാല് അദ്ദേഹം ഒരു പ്രധാനമന്ത്രിയാണെന്നോ നമ്മളൊരു സാധാരണ പൗരനാണെന്നോ ഒരു വേർതിരിവില്ലാതെയാണ് അദ്ദേഹം എല്ലാവരോടും പെരുമാറുന്നത്. പിന്നെ പ്രോട്ടോകോൾ കാരണം ചിലപ്പോൾ ചില അകലങ്ങളും കാര്യങ്ങളും ഒക്കെ പാലിക്കുന്നു എന്ന് മാത്രം. ഞാൻ പുള്ളിയെ വെളുപ്പിക്കാനോ പുള്ളിയുടെ പ്രസ്ഥാനത്തെ പൊക്കിപ്പിടിക്കാനോ ഒന്നുമല്ല. നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് ഓരോ രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ട്, രാഷ്ട്രീയ താല്പര്യങ്ങളും ഒക്കെ ഉണ്ട്, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു പ്രധാനമന്ത്രിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ ഇത്രയും ഉളുപ്പില്ലാത്ത ഇവളെ പോലുള്ളവർക്ക് എന്തുകൊണ്ട് നിയമ നടപടി എടുക്കുന്നില്ല? എന്തുകൊണ്ട് ഇവർക്ക് സ്ട്രൈക്ക് കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് ഇവൾ വീണ്ടും ഇത് തുടരുന്നു? പേടിയില്ലാത്തത് കൊണ്ട്, അർഹമായ ശിക്ഷ ലഭിക്കാത്തത് കൊണ്ട്. അവള് അഘോരം ന്യായീകരണങ്ങൾ സംസാരിക്കും. ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻസ് എന്നോ ഒന്നുമില്ലാതെ വായി വരുന്നത് കോതയ്ക്ക് പാടുന്ന പോലെ പാടും. എല്ലാവരെയും, ഒരാളെ മാന്യമായ രീതിയിൽ സംസാരിച്ച് ഇന്ന് ഈ ദിവസം വരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. ഒരു മുസ്ലിം സമുദായത്തിലുള്ള ഒരു സ്ത്രീ ആയിട്ടുള്ള ഷെഫീന ആ മുസ്ലിം ചട്ടക്കൂടത്തിലുള്ള കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണോ ജീവിക്കുന്നത്? ഇന്ന് ഈ ദിവസം വരെ ഒരു തട്ടം പോലും ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. അവളാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അഭിപ്രായം കയറി പറയുകയും, അഭിപ്രായം പറയാം, ആർക്കും എവിടെയും അഭിപ്രായം പറയാം, പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഭയങ്കര മോഹമാണ് പുള്ളിക്കാരിക്ക്. നരേന്ദ്രമോദിയെ കൊല്ലണം, കരണം അടിച്ചു പൊട്ടിക്കണം. പിന്നെ പറഞ്ഞ വാക്കുകളൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇവളെ പറയാൻ ബാക്കിയില്ല. ഈ മനുഷ്യര് മരിച്ചു കഴിയുമ്പോൾ ഇത്ര ദിവസം കഴിയുമ്പോഴത്തേന് നമ്മുടെ ശരീരത്തിലൊക്കെ പുഴുക്കൾ വരും, മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ഒക്കെ. ആ പുഴുവിന് സമമാണ് ഇവൾ. ജീവനോടെ ഇരിക്കുന്ന മനുഷ്യരെ കാർന്ന് തിന്നുന്ന പുഴു, ഒന്നാന്തരം റേപ്പിസ്റ്റ്. അത് പെണ്ണെന്നോ ആണെന്നോ കുട്ടികളെന്നോ പ്രായമുള്ളവരെന്നോ രാഷ്ട്രീയക്കാരെന്നോ സിനിമാക്കാരെന്നോ ഒന്നുമില്ലാതെ എല്ലാവരും റേപ്പ് ചെയ്ത് നടക്കാനാണ് പുള്ളിക്കാരിക്ക് ഇഷ്ടം. പുള്ളിക്കാരിയെ കൊണ്ട് ഒന്നിനും പറ്റില്ല. പുള്ളിക്കാരി ഒരു കാറിനകത്തിൽ ഇങ്ങനെ ഒരു മൂലയിൽ ഇരുന്ന് ഇങ്ങനെ, പുള്ളിക്കാരിക്ക് അറിയാവുന്ന ഒറ്റ കാര്യം ഉള്ളൂ, തെറി പറയുക. രേണു അറിഞ്ഞിട്ട പേരാ തെറിത്താത്താന്ന്, അതേ അറിയുള്ളൂ. ഇങ്ങനെയും കുറെ ജന്മങ്ങളുണ്ടല്ലോ.